ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ജനം ഇന്ന് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മൂന്നാർ മൗണ്ട് കാർമൽ ബസലിക്ക കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും വിജയപുരം രൂപതയെ സംബന്ധിച്ചും ഏറെ അഭിമാനത്തിൻ്റെ ദിവസമാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ അയൽവാസികളായ മസ്ജിദിലെ ഇമാമും സഹോദരങ്ങളുമൊക്കെ ഇന്ന് ഇവിടെ നമ്മുടെ മൂന്നാറിൻ്റെ ബസലിക്ക റെക്ടർ ബഹുമാനപ്പെട്ട മൈക്കിൾ വലിയഞ്ചിൽ അച്ഛനോടും ഒപ്പം നമ്മുടെ മൂന്നാറിൻ്റെ മുൻ വികാരിയായിരുന്ന ഇപ്പോൾ ആലുവ കാർമലഗിരി പൊന്തിഫിക്കൽ സെമിനാരിയിലെ പ്രൊഫസറും പ്രൊക്രേറ്ററുമായിരിക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ വിലുളത്തിൻ്റെയും ഒപ്പം നമ്മുടെ ഈ നാടിൻ്റെ തന്നെ മകനായ സ്നേഹ ബഹുമാനവും ആദരവും നിറഞ്ഞ ഷിൻഡോ അച്ഛനെയും ഇവിടുത്തെ അസിസ്റ്റന്റ് വികാരിയായ ലിജോ അച്ഛനെയും ഈ ജനങ്ങളെയും എല്ലാം ആ സ്നേഹത്തിൽ പങ്കുചേർന്ന് ആശംസകൾ അറിയിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷവും അനുഭവവും നൽകുന്ന നിമിഷങ്ങളാണ്. പരസ്പര സാഹോദര്യത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു ദിനമാണ് ക്രൈസ്തവനെ സംബന്ധിച്ച് ഈ ഉയർപ്പിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദിനം. പരിശുദ്ധ ഫ്രാൻസിസ് വാപ്പ നമ്മെ എല്ലാവരും ആഹ്വാനം ചെയ്യുന്നത് പ്രത്യാശയുടെ പ്രതീക്ഷയുടെ തീർത്ഥാടകരാകാനായിട്ടാണ്. ഇന്ന് പരസ്പരം പ്രത്യാശയായി തീരാൻ, പ്രതീക്ഷയായി തീരാൻ ഈ സൗഹൃദ നിമിഷങ്ങൾ ഈ മൂന്നാർ ജനതയെ മുഴുവനും സമർത്ഥമായി അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുകയാണ്. പരസ്പരമുള്ള സൗഹാർദ്ദത്തിൽ, പരസ്പരമുള്ള പങ്കുവയ്ക്കലിൽ, പരസ്പരമുള്ള സ്നേഹത്തിൽ ഉദ്ധിതനായി ഈശോ നൽകിയ ആ വലിയ സമ്മാനം ശലോം, സമാധാനം നമ്മുടെ ഈ നാട്ടിലും പ്രത്യേകിച്ച് ഈ മൂന്നാറിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുവാൻ മതസൗഹാർദ്ദവും ഒന്നായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഈ മൂന്നാറിലെ സകല ജനങ്ങൾക്കും ഉദ്ധിതനായ ഈശോയുടെ വലിയ സന്തോഷവും സമാധാനവും പ്രത്യാശയും തെളിച്ചും ഒക്കെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ശുഭദിനം നേരുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാർ മൗണ്ട് കാർമൽ ബസിലിക്കയിലാണുള്ളത്. ഇവിടുത്തെ ഫാദർ, അദ്ദേഹത്തിൻ്റെ സൽക്കാരം ഞങ്ങൾ സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. മറ്റൊന്ന്, അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള വിശിഷ്ടമായ സംഗതി, 50 ദിവസത്തെ വ്രതബദ്ധമായ ജീവിതത്തിന് ശേഷം ക്രൈസ്തവ സഹോദരങ്ങൾ, വിശ്വാസി സമൂഹം ഇന്ന് ഈസ്റ്റർ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൻ്റെയും അവിഭാജ്യ ഘടകങ്ങളായിരുന്ന യുഗപുരുഷന്മാർ, അങ്ങനെ കാലഘട്ടത്തിൻ്റെ അവിഭാജ്യ ഘടകമായ യേശു ക്രിസ്തു, മുസ്ലിമീങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം എന്ന് പറയും, ആ കാലഘട്ടത്തിലേക്ക് വരികയും ജനങ്ങളെ സന്മാർഗത്തിലേക്കും അതുപോലെ തന്നെ സമാധാനത്തിലേക്കും ക്ഷണിക്കുക എന്നുള്ള ദൗത്യം, അതിൻ്റെയൊക്കെ ഓർമ്മകളിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമുക്കുള്ളിലേക്ക് വരേണ്ടത് പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും, ഇന്ന് കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിലൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന വലിയ സന്ദേശം അത് മാനവ സൗഹാർദ്ദമാണ്, മതസൗഹാർദ്ദമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, നമ്മുടെ മസ്ജിദിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകളും അവിടെ വന്ന് നമുക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു. അങ്ങനെ ലോകത്തെല്ലായിടത്തും പരസ്പരം മനസ്സിലാക്കാനും സാഹോദര്യം പങ്കുവെക്കാനും സ്നേഹ സന്ദേശങ്ങൾ കൈമാറാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥലത്തും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ, ഞങ്ങളുടെ വേദഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ, അതിൽ തന്നെ എല്ലാ പ്രവാചകന്മാരെ പോലെ തന്നെ കൂടുതൽ അനുസരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രവാചകനായിട്ടാണ്. അതുമാത്രമല്ല, ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സ്ത്രീ, അത് യേശുക്രിസ്തുവിൻ്റെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവാണ്, മറിയം അലൈഹിസ്സലാം എന്ന് മുസ്ലിമീങ്ങൾ വിളിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് സവിസ്തരം വിശുദ്ധമായ ഖുർആൻ നമുക്ക് പ്രസ്താവിച്ച് മനസ്സിലാക്കുകയും തരുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ മതങ്ങളും ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടുന്ന ഒരു മഹായുഗപുരുഷൻ അത് യേശുക്രിസ്തുവാണ്. ജൂതമതമായാലും മറ്റ് അരാമിക് മതങ്ങളായാലും ഇസ്ലാം മതമായാലും ക്രൈസ്തവ മതമായാലും ഒക്കെ ഒരു മാതൃകയാക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക്
അദ്ദേഹത്തെ മാതൃകയാക്കുകയും അദ്ദേഹം നമുക്ക് പകർന്നു തന്ന സമാധാന സന്ദേശങ്ങളെ ലോകത്ത് വിഭാവനം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ദൗത്യം നമുക്കുണ്ട്. ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആഘോഷിക്കാനും ഈ ദിവസത്തെ അങ്ങനെ കണക്കാക്കാനും മനസ്സിലാക്കാനും ഈ 50 ദിവസത്തെ വ്രതശുദ്ധിക്ക് ശേഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിരുനാളിനെ എല്ലാവിധത്തിലും ലോകത്ത് മുഴുവൻ സമാധാനമുണ്ടാകുന്നൊരു സന്ദേശമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോകത്തുള്ള മുഴുവൻ ക്രൈസ്തവ സഹോദരങ്ങൾക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.